അല്ലണ്ണാ, നിങ്ങൾ ഇന്നലെ ഗെറ്റ് ടുഗദറിന് പറഞ്ഞ കാര്യം ഗീത ചേച്ചി കാരണോടി. അതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയപ്പോലും ഇല്ലേ? അവിടെ നിറച്ച് സ്വന്തക്കാരുള്ളതല്ലേ, ഈദ് മാത്രമുള്ള നമ്മൾ അങ്ങോട്ടല്ലേ കൊണ്ടുപോകൂ. അതെ അതെ അതെ. ഇവിടെ ചഞ്ചലെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മാമോദീസയുടെ തലേ ദിവസം ബോധമില്ലാത്ത കൊച്ചിനെ കൊണ്ട് ആ വീട്ടിൽ ചെന്ന് കയറുന്ന സീന്. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇല്ലാത്ത കഥകൾ അത്രയും പറഞ്ഞുണ്ടാക്കും ഇല്ലേ? അനീഷണ്ണ, ആ ചെവിയായിട്ടൂടാത്തൊരു കിളവയില്ലേ പട്ടാളം, അയാൾ വന്നാ? ഓ, എത്തിയിട്ടുണ്ട്. ബെസ്റ്റ്. അയാളത് ഇവിടെ മൂലത്തിൽ ബോംബ് വെച്ച് പൊട്ടിക്കും. അതും ശരിയാണ്. ചേച്ചി ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. 7 കൊല്ലമായിട്ട് കേരളത്തിലില്ലാത്ത ആളിനെ നീ എവിടെ നിന്നാണ്? നേരിട്ടല്ലെന്ന്, ഏതോ വീഡിയോയിലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. വീഡിയോ അല്ല, എന്തോന്ന് വീഡിയോ? അതിൽ ഞാനും വിലയുണ്ട്. വാർത്തകൾ കിട്ടും കിട്ടും. അമ്മ കോളിങ് എടുക്കണോ? എടുക്കല്ലേ. അല്ല, എടുത്തില്ലേ കൂടുതൽ പ്രശ്നമായാലോ? എടുത്ത എന്തൊരു പറയും? പോയി ലോക്കുമായി, ഇനി തിരിച്ചു വിളിക്കാനും പറ്റൂല. എന്തിനു തിരിച്ചു വിളിക്കണേ? അല്ല, തിരിച്ചു വിളിച്ചിട്ട് ഇവിടുത്തെ ഫ്രണ്ടിന്റെ നമ്പർ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അഡ്രസ് ചോദിച്ചിട്ട് കൊണ്ടുപോയിരുന്നല്ലോ. എന്തിനെന്ന് പറഞ്ഞു ചോദിക്കും. മോൾ ഇന്നലെ പാർട്ടിക്ക് വന്നായിരുന്നേ, ഫോൺ വെച്ച് മറന്നുപോയി. നാളെ വീട്ടിൽ കൊണ്ടു കൊടുക്കാം. അപ്പോ ആ അഡ്രസ് ഒന്ന് തരുമോ ആന്റി? അല്ല അമ്മേ. അങ്ങനെ പറഞ്ഞ പോരാണ്. മതി. വിളിക്കുമായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. വിളിക്കും. കൊച്ചു ഉണരുന്നത് വരെ റിസ്ക്കാണ്. ഉണർന്ന് കിട്ടിയാൽ പിന്നെ കലിപ്പില്ല. അതുവരെ കൊണ്ടു കിടത്താൻ നമുക്ക് സ്ഥലവുമില്ല. ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ ഓരോന്നും കൊണ്ട് തരണണ്ട. കന്യാകുമാരി 73. ഭ്രാന്ത കന്യാകുമാരി വരെ പോരാ. പിന്നെ അല്ലാതെ പിന്നെ നിന്റെ കുഞ്ഞമാരെ വീട്ടിൽ കൊണ്ട് കിടത്തുവോ? ഇതില് അത്യാവശ്യം നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. വഴിക്ക് വല്ല പോലീസ് ചെക്കിങ് ഉണ്ടല്ലോ പ്രശ്നമുള്ളൂ. പക്ഷെ അതിപ്പോ സിറ്റിയിലാണെങ്കിലും അതിനുള്ള ചാൻസ് കൂടുതൽ അല്ലേ? അതൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ ചെക്ക് പോസ്റ്റ് ചിലപ്പോൾ അവന്മാർ പിടിച്ച് നിർത്തിക്കളെ, പറയാൻ പറ്റൂല. പ്രൈവറ്റ് വണ്ടി ഒന്നും പിടിക്കില്ലടേ. പിന്നെ നമ്മുടെ സമയം വെച്ച് ചിലപ്പം പറയാക്കൂല. വലിച്ച് പേല ബെൽറ്റ് ഇടണം. ആരും ഒന്നും മിണ്ടണ്ട കേട്ടാ, ഞാൻ ഡീൽ ചെയ്തോളാം. ഓവർ ആക്ട് ചെയ്യല്ലേ. അനീഷണ്ണ, ആ കൊച്ചിന്റെ കൈ എടുത്ത് നിങ്ങളെ കയ്യിലോട്ട് പോയി. എന്തിന്? വയ്ക്ക്. ഇങ്ങോട്ട് സാറേ, ഉണക്കായിട്ടിരുന്ന തുണി എടുക്കാൻ വേണ്ടി ടെറസ് കയറിയപ്പോഴത്തേക്കും പടിയിന്ന് ചറക്കടിച്ച് താഴെ വീണ് സാർ. നെയ്യാറ്റിൻകര ജലാശുപത്രിയിലോട്ട് കൊണ്ടുപോവുകയാണ്. പെങ്ങള് വയറ്റില് 4 മാസമാണ് സാർ. അലസി പോവാത്താണ് പേടി. ഈ സമയത്താണോ ഭാര്യ കൊണ്ട് ജോലിക്ക് ചെയ്യിപ്പിക്കുന്നത്? സോറി സാർ. ശരി വേഗം പോവാൻ നോക്കും.
ജസ്റ്റ് മിസ് അല്ലേ അണ്ണ? നിങ്ങൾ എന്തിന് മോഡൽ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറാ? കള്ളം പറയാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. ആ. അല്ല അണ്ണാ, നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എതിരെയുള്ള പത്ര ഓഫീസിൽ നിന്ന് ചില തിണ്ടികൾ ഇങ്ങോട്ട് എത്തി നോക്കണുണ്ട്. അവന്മാരെങ്ങാൻ എന്തെങ്കിലും കുത്തിപ്പൊക്കുന്നുണ്ടോ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട്? നമ്മളെ കേസ് വിട്, അണ്ണൻ്റെ കാര്യം ഇത്തിരി നേരം പിന്നെ ആരും കാണൂലായിരിക്കും. പക്ഷെ പണ്ടത്തെ ന്യൂസാ, ഒരു പണിയില്ലാത്ത എല്ലാ തെണ്ടികളും ന്യൂസ് കാണുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും കണ്ണനെ സ്പോട്ട് ചെയ്ത് കാണണം. പേടിപ്പിക്കാതെ, ഓൾറെഡി കാഞ്ഞിരിക്കുകയാണ്. അണ്ണാ, ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് നിന്റെ ഓപ്ഷൻ. ഈ കേസ് എങ്ങാനും ഓഫീസിൽ ഇറങ്ങിയ അണ്ണന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കണം. അണ്ണാ, ഞാൻ വേറൊരു ഓപ്ഷൻ പറയട്ടെ. ഓ പറ. നമുക്ക് ചേച്ചി കുറച്ച് മോര് കൊടുത്ത് നോക്കിയാലോ? പാതിരാത്രി നിന്റെ കൊച്ചച്ഛൻ തുറന്നു വെച്ചിരിക്കുന്ന മോരുകട. ടീച്ചർ കാണും. വീട്ട് വേണ്ട അനീഷ്. അണ്ണാ, കൊച്ചി എണീക്കണുണ്ടെന്ന് തോന്നിട്ട് പെണീച്ചാൽ ഇഷ്ടപ്പെട്ടെന്നെ. സ്വപ്നത്തിൽ എന്തിനെ പെലമ്പിയതാണ്. ഇതൊന്നും ഇപ്പൊ എഴുതുന്ന ലക്ഷണമില്ല. അനീഷ് മുക്ക് പൊട്ടും പതുക്കെ. എന്തോന്ന്? മുക്ക് പൊട്ടും അനീഷ് പതുക്കെ. ഉറക്കപ്പിച്ച് എന്തോ പറയണമെന്ന് തോന്നിയത്. അഞ്ജു, അഞ്ജു, അതെ, രാണ ഉറക്കത്തിൽ എന്തോ പറയണതാ, മനസ്സിലാവുന്നില്ല. എനിക്ക് പെടുക്കാൻ മുട്ടണം, എവിടെയെങ്കിലും നിർത്തണം. എനിക്ക് മുട്ടണം. എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഇവർ തമ്മിൽ സെറ്റപ്പാണ്. ഓ, ഇവര് കോളേജ് റീയൂണിയനും പാർട്ടിക്കൊന്നും പോയൊന്നും അല്ല, ചുമ്മാ ഓരോ കള്ളക്കഥ അടിച്ചു വിട്ടോളൂ. നമ്മളെന്തൊരു ഊളകളാ വിശ്വസിക്കാതൊക്കെ. അണ്ണാ, നടന്ന കാര്യം എന്തെന്ന് ഞാൻ പറയട്ടാ. അണ്ണാ, നിങ്ങൾ കേൾക്കണുണ്ടോ? ഇവര് തമ്മിൽ കുറേ കാലമായിട്ട് സെറ്റപ്പിലാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ തലേ ദിവസം നമുക്ക് പാർട്ടി തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഇങ്ങനെ തങ്കപ്പനെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരു തങ്കപ്പനും അല്ല അണ്ണാ,
ഇങ്ങേർക്ക് ഇവിടെ കാണാൻ മുട്ടിയിരിക്കുന്നു, അത് തന്നെ സംഭവം. നമുക്ക് പാർട്ടി എന്നുള്ള പേരിൽ വീട്ടിൽ നിന്ന് ചേച്ചിയും വെട്ടിച്ചോണ്ട് നൈസായിട്ട് ഇറങ്ങാമല്ലോ. അങ്ങനെ ഇറങ്ങി ഇവർ തമ്മിൽ കണ്ട് ഏതോ ഹോട്ടലിൽ റൂമും എടുത്ത് 2 സ്മാളൊക്കെ അടിച്ച് പരിപാടിയൊക്കെ നൈസ് നടത്തി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വിട്ടപ്പോൾ ലവള് വാളടിച്ച് ഔട്ടായി. അതാണ് സംഭവം. എന്നാ പിന്നെ ആ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ വിട്ടാ പോരായിരുന്നു അങ്ങനെ. ഇച്ച പാടേ അതായത് അവളെ ഈ അവസ്ഥയിൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അവള് ചിലപ്പം കല്യാണം കഴിഞ്ഞതൊക്കെ ആയിരിക്കും. വീട്ടിൽ ഭർത്താവും പിള്ളേർ കാണൂല, ഭർത്താവ് കാണും. ഓഫീസിലെ പാർട്ടി എന്നും പറഞ്ഞ് ഇറങ്ങിയതായിരിക്കും. ഈ അവസ്ഥയിൽ ഇവളെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴേ ഇങ്ങേരെ കണ്ട കലിപ്പാവൂലേ, എല്ലാം പൊളിയൂലേ. ഉള്ളത് തന്നെ. നീ ആവശ്യമില്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കല്ലേ. ആ കൊച്ചു ഉറക്കത്തിനെതിരെ പിച്ചും പെയ്യും പറഞ്ഞാണ്. അന്ന് വണ്ടി കയറി എൻ്റെ കൂടെ. അത് ശരി.